ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ജില്ല ഭരിക്കുന്ന കളക്ടർക്ക് എവിടം വരെ പോകാൻ സാധിക്കോ അവിടം വരെ ഞാൻ എന്റെ അനിയന് വേണ്ടി പോകുന്നുള്ള കാര്യത്തില് ഒരു സംശയവും വേണ്ട. എന്താ വേണ്ടത്? എന്തിനു ഞാൻ തയ്യാറാ. വണ്ടി എടുത്ത് മാറ. എന്തോ കേട്ടില്ല. വണ്ടി എടുത്ത് മാറ അങ്ങോട്ട്. വണ്ടിയൊക്കെ എടുത്ത് മാറ്റാം, പക്ഷെ അതിനു മുമ്പ് ഒരാളെ വണ്ടി നിറക്കാനുണ്ട്. നൂർജഹാനെ ഇറങ്ങി വാ. ഇതാ ഞാൻ കാത്തുന്ന ഫ്രണ്ട്. എന്റെ സീനിയറായിട്ട് കോളേജിൽ പഠിച്ചിരുന്നതാ. ഞങ്ങളിപ്പോ റിസൾട്ട് നോക്കാനായിട്ട് പോവാ. ഇക്ക പൊയ്ക്കോ, ഞാൻ വന്നോളാം. ഒന്ന് നിന്നേ. അപ്പോ അങ്ങനെയാണ് കാര്യങ്ങൾ. മതമൈത്രിയാണ് അപ്പൊ എന്റെ മാമാന്റെ മോൾ ഉദ്ദേശിക്കുന്നതല്ലേ? മാമ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞായിരുന്നോ? ഇതെന്റെ വ്യക്തിപരമായ കാര്യമാണ്. നസീറൊക്കെ വെറുതെ ഇതിൽ ഇടപെടണ്ട. അല്ലെങ്കിൽ തന്നെ നീ എന്തിനാ ഇങ്ങനെ കാട് കയറി സംസാരിക്കുന്നേ? ഞങ്ങൾ ഒന്നിച്ച് ഒരേ കോളേജിൽ പഠിച്ചവരാ, പരിചയക്കാരുമാണ്. ഞങ്ങൾ ഒന്നിച്ച് കോളേജ് വരെ പോകുന്നതിന് നീ എന്തിനാ ഇങ്ങനെ തെറ്റായിട്ടുള്ള അർത്ഥങ്ങൾ കണ്ടുപിടിക്കുന്നേ? നിനക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലായോ? ആയോടാ, ഇവളെ കെട്ടാൻ പോകുന്നവനാ. ഇവളുടെ ബാപ്പച്ചിയും എന്റെ ഉമ്മയും കൂടി നേരത്തെ പറഞ്ഞ് ഉറപ്പിച്ചു വെച്ചിരിക്കുന്നതാ ഇവള് എനിക്കുള്ളതാണെന്ന്. അതുകൊണ്ട് എന്റെ മോൻ പോ. ഇത് സ്ഥലം അല്പം പെശക. ഈ ഞാനും പോയില്ലെങ്കിൽ നീ തീർന്നടാ. നിന്റെ മയ്യത്തെ ഇന്ന് ഇവിടെ കൊണ്ടുപോകാൻ പറ്റൂ. ശാരദയുടെ മകൾ ഒന്നാമതും നീ അവൾക്ക് പിന്നിലാണെന്നും പറഞ്ഞാലേ പിന്നെ നിനക്ക് കുടിക്കാനുള്ളത് പായസമല്ല, വെറും ചാണക വെള്ളവാ. നിന്നെ പെറ്റതുകൊണ്ട് ഞാനത് കാടിവെള്ളം ആക്കിയെന്നേ ഉള്ളൂ. നിന്നോട് കുടിക്കാനല്ലടാ പറഞ്ഞത്. കുടിക്കടാ. തിന്ന് തിന്ന് തിന്നങ്ങ് കൊഴുക്ക്. എടി, ഇവന്റെ അമ്മ ചെയ്തതിന് ഇവൻ എന്ത് പഴിച്ചു? ഓ, നീ ഒന്ന് അകത്തേക്ക് പോയേ. മോനിത്തിരി ഭക്ഷണം കഴിച്ചോട്ടെ. ഊട്ട് ഊട്ട്, നല്ല മത്സരിച്ചങ്ങ് ഊട്ട്. ചേച്ചി അനൂപേ, നീ? ചേച്ചി ഞാൻ ഡിസ്ട്രിക്ട് കളക്ടർ ശാലിനി വിഷ്ണു. ഇതെന്റെ അനിയനാണ്. ഇവൻ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് നമുക്ക് സംസാരിച്ചു തീർക്കാം. അതല്ല ഇനി തല്ലി തന്നെ തീർക്കണമെന്നാണെങ്കിൽ ഞാൻ എന്റെ വഴി നോക്കിക്കോളാം.
ജില്ല ഭരിക്കുന്ന കളക്ടർക്ക് എവിടം വരെ പോകാൻ സാധിക്കുമോ അവിടം വരെ ഞാൻ എന്റെ അനിയന് വേണ്ടി പോകുന്നുള്ള കാര്യത്തില് ഒരു സംശയവും വേണ്ട. എന്താ വേണ്ടത്? എന്തിനും ഞാൻ തയ്യാറാ. നസീറെ, നമുക്കിപ്പോ മാറുന്നതാ നല്ലത്. മാഡം, ഞാനിപ്പോ പോകുന്നു. പക്ഷെ ഇത് തുടരാനാണ് ഭാവമെങ്കിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാനും കാണിച്ചു തരാം. വാടാ. ആ, നീ വീട്ടിലേക്കല്ലേ വരുന്നത്? നമുക്ക് അവിടെ വെച്ച് കാണാം. കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ചേച്ചി, ഇത്ര കാലമായിടാ കണ്ടിട്ട്. നിനക്ക് എന്തെങ്കിലും പറ്റിയായിരുന്നോ? ഹേയ്, കുഴപ്പമൊന്നുമില്ല. ഇത് ഇതാര്? ഫ്രണ്ടാ, നൂർജഹാൻ. ചേച്ചി, ഞങ്ങള് നൂർജഹാന്റെ റിസൾട്ട് അറിയാൻ പോകുന്ന വഴിയാ. വെറുതെ തടഞ്ഞു നിർത്തി പ്രശ്നം ഉണ്ടാക്കിയ അവന്മാരാ. ആ പയ്യൻ ആരാ? ബാപ്പച്ചിയുടെ പെങ്ങടെ മോന. തനി കാണ്ടാമൃഗ, ഒരു മനുഷ്യപ്പറ്റില്ലാത്തൊരു സാധനം. പിന്നെ ചേച്ചി എനിക്കറിയാം. ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിക്കാറുണ്ട്. എന്റെ കാര്യോ? ആ, വിഷ്ണുവേട്ടൻ ഞങ്ങളുടെ വീട്ടിലാ വാടകയ്ക്ക് താമസിക്കുന്നെ. സുബൈരഖാന്റെ മോളാണോ? അതെ. പക്ഷേ അനുഭവമായിട്ടുള്ള റിലേഷനൊന്നും എനിക്കറിയാൻ പാടില്ലായിരുന്നു കേട്ടോ. അല്ല, അനിയനാണെന്നുള്ള കാര്യം ആ കഥയൊക്കെ ഇനിയും പറഞ്ഞോളൂ. റിസൾട്ട് ഒക്കെ നോക്കിയ ശേഷം വീട്ടിലേക്ക് ഇറങ്ങണം. എന്നിട്ടേ പോവാവൂ. ഞാൻ വന്നോളാം. എന്നാ പിന്നെ നിങ്ങൾ പൊയ്ക്കോ. നീ അകത്തേക്ക് കയറ്. കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാം. ഇല്ല, ചില കാര്യങ്ങൾക്ക് വ്യക്തമായ ധാരണ കിട്ടിയിട്ടേ ഞാനിനി അകത്തേക്ക് കയറുന്നുള്ളൂ. എന്താ ഞാനും നൂറും തമ്മിലുള്ള നിക്കാഹിന് തടസ്സം? കൊച്ചുനാൾ മുതലേ എന്റെ ഉമ്മയുമായിട്ട് മാമ സംസാരിച്ചുറപ്പിച്ചിട്ടുള്ളതല്ലേ? അവള് പഠിക്കുകയല്ലേ, പഠിത്തം കഴിയട്ടെ. ഓ, അവളുടെ പഠിത്തം എന്താണെന്ന് നേരിട്ട് കണ്ടിട്ടാ ഇങ്ങോട്ട് വരുന്നേ. ഇങ്ങനെ വിട്ടാ പറ്റില്ല. അവളെ മാമ ശരിക്കൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അവൾ അവളുടെ ഫ്രണ്ട്സിനൊപ്പമുള്ള കറക്കം അതെനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. മാമ പറഞ്ഞിട്ട് കേൾക്കുന്നില്ലെങ്കിൽ എന്നോട് പറ. ഞാൻ പറഞ്ഞ് അവളെ വരച്ച വരയിൽ നിർത്തി തരാം. നീ ഇത്ര ക്ഷോഭിക്കാൻ മാത്രം അതിനിവിടെ എന്താ ഉണ്ടായത്? ഒന്നും ഉണ്ടായില്ല. എല്ലാത്തിനും കാരണം ആ വാടകക്കാരാ.